ഇല്ലമ്മേ. കണ്ടു. മോനെ ആന്റി മൂത്രം ഒഴിച്ചുതരാം. വേണ്ട, എനിക്ക് നാണോ. അവൻ റീതുവിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പോയതായിരിക്കും. അവൾ കുളിക്കുക. അയ്യോ ദേ നോക്ക്. അയ്യടാ, ഒരു പട തന്നെ ഉണ്ടല്ലോ. എല്ലാം കൂടി എന്റെ ശക്തി മുറിച്ച് കളയോ? എന്താ? ഇതാണോ ഹോസ്റ്റല്? അതെ. ഇവിടെ റീതു എന്ന് പറയണ ഒരു കുട്ടിയുണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് കാണണമായിരുന്നു. റീത്തുന്റെ ആരാണാവോ? ആരും അല്ല, ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നു. എത്രയാ പഠിക്കണേ? 3-ല്. എടി, നിന്നെ അന്വേഷിച്ചിട്ട് വെളിച്ചപ്പാട് വന്നിട്ടുണ്ട്. വെളിച്ചപ്പാടോ? ആ, മുടിയൊക്കെ വളർത്തി കെട്ടിവെച്ച് കാതിൽ കടുക്കിനൊക്കെ ഇട്ട്. ആ, കൃഷ്ണമോഹനോ? ഇന്ദു ഫോൺ ചെയ്തിരുന്നു. ഉണ്ണിക്കുട്ടൻ എന്തിയേ? അകത്തുണ്ട്. ഇത് ഉണ്ണിക്കുട്ടനുള്ള ഉടുപ്പുകളാ. മായക്കുഞ്ഞ് നന്നായിച്ചതാ. ഇതുപോലെ പലഹാരവും മിഠായി. കൃഷ്ണമോഹൻ അകത്തേക്ക് വരൂ. അല്ല, ഞാൻ വരണോ? കൃഷ്ണമോഹൻ ഉണ്ണിക്കുട്ടനെ കാണണ്ടേ? പിന്നെ കാണണ്ടേ. എന്നാ പിന്നെ വാ. എന്നാ പിന്നെ വഴിയല്ലേ. ഇതാണ് അന്നനട. അല്ലടി, ആനന്ദ. കൃഷ്ണമോഹൻ ഇവിടെ ഇരിക്കേ. ഞാൻ പോയി ഉണ്ണിക്കുട്ടനെ വിളിച്ചോണ്ട് വരാം. ഏതാടി അമ്മായി? അമ്മായി അല്ല, അമ്മാവനാ. ഇന്ദുവിന്റെ വീട്ടിലെയാ. കണ്ടിട്ട് പെണ്ണുങ്ങളെ പോലെ ഉണ്ടല്ലോ. അമ്മായിയുടെ കമ്മലിന്റെ ചന്തം കണ്ടില്ല. തലമുടിയൊക്കെ കെട്ടിവെച്ചു സുന്ദരിയായിരിക്കണ്. വിചാരം. കഴുത്തിലെന്തെന്ന് കല്ലോ? അല്ല, എന്താ പേര്? കൃഷ്ണൻ. കൃഷ്ണവേണി എന്ന പേരായിരുന്നു നല്ലത്. അതെന്താ അങ്ങനെ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതെന്താ അങ്ങനെ തോന്നാൻ? കൃഷ്ണവേണി പോലെ ആയതുകൊണ്ട്. പിന്നെ ഒരു കാര്യം, വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുവട്ടി പേടിപ്പിക്കരുത്. തൊട്ടുപോരുത്. അങ്ങനെ തന്നെ പോയാ മതി. കഥകളിക്ക് വേഷം കിട്ടിയത് പോലെ ആയാലും എന്റെ ഭഗവാനെ. ഏതായാലും എന്റെ ശക്തി പൂർത്തി വന്നില്ല, അത് തന്നെ ഭാഗ്യം. എങ്ങനെയുണ്ട് പെൺപിള്ളേര്? മോള് പാല് മുഴുവനും കുടിച്ചില്ലല്ലോ. എനിക്ക് മതി അമ്മേ. ശാലിനി ഇന്ദുവിന് പാല് കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നും കൊണ്ടുവരുന്ന പതിവ് പോലെ കൊണ്ടുവന്നേ ഉള്ളൂ. സാരമില്ല. ചിറ്റേ, നല്ലവണ്ണം പാലും മുട്ടയും കഴിക്കണമെന്നാ എന്റെ PT മാസ്റ്റർ പറഞ്ഞിരിക്കുന്നേ. ഞാൻ ഭാഗ്യമുള്ളവളാ. അതെന്താ മോളെ? എനിക്ക് 2 അമ്മമാരിലേ ഉള്ളത്. ചേട്ടാ, 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 ചേട്ടൻ ആകെ കിളവനായല്ലോ. അയ്യോ, മുടിയൊക്കെ നരച്ചു.
ശാലിയുടെ എത്തിയ വിവരം ഡോക്ടർ തോമസ് മാത്യു എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. വരുമ്പോ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. വരൂ ചേട്ടാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇപ്പോഴും ജയേട്ടൻ പഴയതുപോലെ എസ്റ്റേറ്റും ബിസിനസ്സും എന്നൊക്കെ പറഞ്ഞു നടക്കല്ലേ? അതിപ്പോ ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ഇന്നലെ എനിക്ക് ചേട്ടനെയും മോളെയും കാണണമെന്ന് തോന്നി. ഞാനിങ്ങ് പോന്നു. പാവം ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിൽ കാണാതെ പേടിച്ചു പോയി. ശാലിനി ചെയ്തത് ശരിയായില്ല. അപ്പോ ഞാൻ തിരിച്ചു വന്നത് ജയേട്ടന് ഇഷ്ടമായില്ല അല്ലേ? അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ശാലിനി തിരിച്ചു വന്നത് എനിക്കിഷ്ടമായില്ലെന്നോ? നമ്മളെ കാണാതെ മോൻ അവിടെ എങ്ങനെ നിൽക്കും? അല്ലാതെ എന്ത് ചെയ്യാനാ? ജയേട്ടൻ എന്നെ വിവാഹം ചെയ്ത കാര്യം ഇപ്പൊ ശാലിനി അറിയരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ജയേട്ടാ, ഞാനും മോനും കൂടി ഇളയച്ചന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. ഇവിടെ മായ ഇവിടെ നിന്നും പോയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണോ? ഞാനിനി ഇവിടെ താമസിച്ചാൽ ശാലിനി എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അവൾക്ക് ഇനി എന്തെങ്കിലും, എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ചേട്ടാ, ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ ശാലിനി സുഖമായി ജീവിക്കണം. അവളുടെ ഭർത്താവ്, കുടുംബം, ഇതൊക്കെ ഞാൻ തട്ടിയെടുത്തെന്ന് മാത്രം അവൾക്കൊരിക്കലും തോന്നാൻ ഇടവരരുത്. നീ ഇവിടെ നിന്നും പോയാൽ ഞാൻ എന്റെ സ്ഥിതിയെ കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത്? ചേട്ടൻ ഹോസ്റ്റലിൽ പോയി നമ്മുടെ ഉണ്ണിക്കുട്ടനെ കാണണം. പിന്നെ ഇന്നലെ ഡോക്ടർ വന്നപ്പോ ജയേട്ടൻ വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഓഡിറ്റർ വിളിച്ചിരുന്നു, ഏതോ റെസിപ്റ്റ് വേണമെന്ന്. മായേ, ജയേട്ടാ, നമ്മുടെ മോൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കണമെന്ന് ഇവളെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ടും ഇവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ജയേട്ടൻ ശ്രമിച്ചില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഡോക്ടർ ജോർജ് പറഞ്ഞത് ജയദേവൻ ഓർമ്മ വേണം. ശാലിനിയുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 11 വർഷത്തിന്റെ ഗ്യാപ്പ് അവരുടെ മനസ്സിലുണ്ട്. ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും ശാലിനിയുടെ ഇപ്പോഴത്തെ ഉപബോധ മനസ്സ്. നൂൽപ്പാലത്തിൽ കൂടിയുള്ള യാത്ര പോലെയാണത്. പക്ഷെ ഡോക്ടർ, ഞാൻ എന്റെ ജയദേവന്റെ വിഷമം എനിക്കറിയാം. ശാലിനിയുടെയും മായയുടെയും ഇടയിൽ എങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. അഡ്വൈസും സജഷൻസും ഒക്കെ ജയൻ ഇപ്പോൾ അരോചകമായി തോന്നും. ദാറ്റ് ഈസ് നാച്ചുറൽ. 1-2 ദിവസം കൂടി നമുക്ക് ശാലിനിയെ വാച്ച് ചെയ്യാം. നെഗറ്റീവായിട്ടുള്ള ചേഞ്ച് ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് ശാലിനിയോട് എല്ലാം തുറന്നു പറയാം. എന്നിട്ട് ജയൻ സമാധാനമായി പോകും. ലെറ്റ് us pray for the best. കൃഷ്ണേട്ടൻ എവിടെ പോയി മായേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ? അല്ല, കണ്ടില്ല. ഇപ്പൊ മേളത്തിനൊക്കെ പോവാറുണ്ടോ? മേളത്തിന് കുറവൊന്നുമില്ല. ഇപ്പൊ പിള്ളേരുടെ അടുത്താണെന്ന് മാത്രം. പിള്ളേരോ? അത് ഇന്ദുവിന്റെ ഫ്രണ്ട്സ് വരും. അവരുടെ മുമ്പിലാ പ്രകടനം. സൂക്ഷിച്ച്. ആർക്കാ കാപ്പി? ജയേട്ടന്? ആ, അത്രയും പഞ്ചസാര വേണ്ട. ഇപ്പോ പഞ്ചസാര കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. കുറച്ചു നാളായി ഷുഗർ കംപ്ലൈന്റാ. എല്ലാവരും ഒരുപാട് മാറിപ്പോയി. ഡാഡി, ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിൽ കിടന്ന് ഭയങ്കര ബഹളാ. ഡാഡിയും മമ്മിയും കാണണമെന്ന് പറഞ്ഞ്. അവനെ ഇങ്ങോട്ടിപ്പോ എങ്ങനെ കൊണ്ടുവരിക? മോള് കഴിക്ക്, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. എന്ത് വഴി?
എന്നാലും ജയേട്ടൻ എന്നോട് ഓരോന്ന് വിളിക്കുകയാണ് അല്ലേ? ചാലു, അത് ഞാൻ ഇപ്പൊ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട് അല്ലേ? ഞാൻ പണ്ടേ പറയാറുള്ളതാ, അധികം മധുരം ഉപയോഗിക്കരുതെന്ന്. അതിപ്പോ പറയാനെന്തിരിക്കുന്നു? അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്ന അസുഖം തേർഡ് ട്രേ എനിക്കും കിട്ടി, അത്ര തന്നെ. ചേട്ടൻ ഇതൊക്കെ നിസ്സാരമാ. അയ്യോ, എനിക്ക് മതി. ഇപ്പൊ തന്നെ കൂടുതലാ. കൂടുതലൊന്നുമില്ല, കഴിക്കൂ. മായ കഴിക്കൂ. ശാലിനി കഴിച്ചോളൂ. ചിറ്റ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. അല്ല, അത് എനിക്കിന്ന് തിങ്കളാഴ്ച ഒരിക്കലാ. അത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ? അതിനിന്ന് ചൊവ്വാഴ്ച അല്ലേ ചിറ്റേ? അത് ശരി. എടി, നിന്റെ പഴയ സൂത്രങ്ങളൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടല്ലേ? ഇരിക്ക്. നാളെ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോണം. ശാലുവിനിപ്പോ യാത്ര ചെയ്യാമോ? റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? എനിക്കിപ്പോ അസുഖമൊന്നുമില്ല. അസുഖം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ആർക്കാ മായ പാല്? അത് ഇന്ദുമോക്ക. ഇങ്ങിതാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ദേ ഈ വെള്ളം എടുത്തോ. ടാബ്ലറ്റ്സ് കഴിക്കാൻ മറക്കണ്ട. നീ തന്നെ ഇങ്ങോട്ട് വെച്ചേക്ക്. ടാബ്ലറ്റ്സ് ഏതൊക്കെയാന്ന് എനിക്കറിയില്ല, അതും എടുത്തു തരണം. ഞാനിത് ഇന്ദുവിന് കൊടുത്തിട്ട് വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.